മിനിഞ്ഞാന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായിട്ട് ഒരു ആഹ്വാനം നടത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരല്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കണം, ഗ്യാസൊക്കെ സൂക്ഷിക്കണം, സ്വർണം വാങ്ങിക്കുന്നതൊന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭ്യർത്ഥന, ഒരാഹ്വാനം നടത്തി. അല്ലേ രാഹുൽ ഗാന്ധി കയറി അങ്ങ് ചൂടായി, വലിയ ബഹളം വെച്ചു. പ്രാപ്തിയില്ലാത്ത മനുഷ്യൻ 12 കൊല്ലം കൊണ്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കി, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇടാ, ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തിയതിന് നരേന്ദ്രമോദി എന്ത് പഴച്ചു? നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? അതിൽ നമുക്കൊരു ഗ്രിപ്പുമില്ലാത്ത ഏരിയ, ആരും പറഞ്ഞാൽ കേൾക്കാത്ത കുറച്ച് മനുഷ്യർ, അവർ തമ്മിലുള്ള യുദ്ധം. അതിനിടയ്ക്ക് കുരുങ്ങിപ്പോയ എണ്ണക്കപ്പലുകൾ. ഒരു കണക്കിന് നമ്മുടെ കപ്പലുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. 1600 കപ്പലുകൾ കുരുങ്ങിയിരിക്കുന്നു. അതിനകത്ത് 20 എണ്ണം നമ്മുടെയാണ്. മേജർ ചങ്ക് നമ്മുടെയല്ല, എന്നാലും 20 എണ്ണം ഉണ്ടല്ലോ. നമ്മളൊരു കണക്കിന് തട്ടിയും മുട്ടിയും ഒക്കെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നൊക്കെ വരുന്നു. കാര്യങ്ങൾ ഇതുവരെ ദാരിദ്ര്യമൊന്നും ആയിട്ടില്ല. പെട്രോളിനോ ഡീസലിനോ അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത വിലയൊന്നും എത്തിയിട്ടില്ല. പാകിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാവരുടെയും കുറ്റവില. എല്ലാ രാജ്യങ്ങളും പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ജപ്പാൻ കൂട്ടി, ഓസ്ട്രേലിയ കൂട്ടി, അമേരിക്ക വരെ കൂട്ടി. നമ്മളിതുവരെ കൂട്ടിയിട്ടില്ല. കൂട്ടുമായിരിക്കും. കൂട്ടേണ്ടി വരും. ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇത് കൂട്ടേണ്ടി വരും. കാരണം ഇത് ഷോർട്ടേജ് ആകുകയല്ലേ. ഷോർട്ടേജ് വരുമ്പോൾ വില കൂടും. അപ്പോൾ അതിന് ഒരു മാർഗം നമ്മളുടെ ഉപഭോഗം ഒന്ന് നിയന്ത്രിക്കുക, ആവുന്നത്ര നിയന്ത്രിക്കുക. അതില്ലാതെയാക്കണമെന്നൊന്നും പ്രധാനമന്ത്രി പറഞ്ഞില്ല. ഈ മനുഷ്യൻ പറയുന്നത് പ്രധാനമന്ത്രി പ്രാപ്തിയില്ലാത്തവനാണ്. ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാത്തത് എന്താണ്? ഏത് ഡിസ്പ്യൂട്ട്? ഇറാൻ അമേരിക്ക യുദ്ധമാവും. ഷെടാ, അത് ചൈനയും റഷ്യയും നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെച്ചിട്ട് തീരാത്ത സാധനം. എല്ലാവരും കൂടെ യുണൈറ്റഡ് നേഷൻസിൽ പോയി, സകല രാജ്യങ്ങളും കൂടെ ഹോർമുസ് കടലിടുക്കിൽ എല്ലാവരും കൂടെ ഇടപെടണം. അത് ഒരു പൊതു സ്ഥലമാണ്. അവിടെ ഇറാൻ്റെ ഏകാധിപത്യം അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ സൈന്യത്തെ വിന്യസിച്ചിട്ട് കൂട്ടായ ഓപ്പറേഷനിലൂടെ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമാക്കണം. ഇതായിരുന്നു ആവശ്യം. ഈ ആവശ്യത്തെ UN സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ ചെയ്തത് ചൈനയും റഷ്യയുമാണ്. അതിനർത്ഥം അവർ ഇറാൻ്റെ കൂടെയാണ്. ഇതാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ വളരെ സൂക്ഷിച്ച് മാത്രം പെരുമാറിയില്ലെങ്കിൽ പെരുമാറുന്നവൻ കുഴപ്പക്കാരനാകുകയും അടി വാങ്ങുകയും ചെയ്യും. നമ്മൾ വെറുതെ വല്ലവരുടെയും ഡിസ്പ്യൂട്ടിൽ പോയി പെട്ടിട്ട് അതിൻ്റെ പേരിൽ അടിയും വഴക്കുമൊക്കെ ആകണോ? അതോ നമ്മൾ നമ്മുടെ കാര്യം നോക്കി സൂത്രത്തിന് നമുക്കാകാവുന്ന സ്ഥലത്തു നിന്ന് എണ്ണയൊക്കെ വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോവുക? അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വിവേകമുള്ള ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. അതാണ് നരേന്ദ്രമോദി ചെയ്തത്. ഇനി ഞാനിത് പറയാൻ കാര്യം, രാഹുൽ ഗാന്ധി തീർക്കേണ്ട ഒരു യുദ്ധമുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള യുദ്ധമാണ്. അത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വഴക്കൊന്നുമല്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിലുള്ള 3 കോൺഗ്രസ്സുകാർ തമ്മിലുള്ള വഴക്കാണ്. 3 കേരള ബേസ്ഡ് പൊളിറ്റീഷ്യൻസ് തമ്മിലുള്ള വഴക്ക് ഇപ്പോൾ ദിവസം എത്രയായി രാഹുൽ ഗാന്ധിക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ? ഈ മനുഷ്യനാണ് ഇറാൻ അമേരിക്ക യുദ്ധം തീർക്കാത്തതെന്ന്. താൻ എന്തെടുക്കുകയാണോ നരേന്ദ്രമോദി എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല, താഴത്തേക്ക് എല്ലാ കോൺഗ്രസ്സുകാരനും വഴിയെ പോയ എല്ലാവരും, നമ്മുടെ പ്രേമചന്ദ്രൻ അടക്കം, ഇപ്പോൾ പാർലമെൻറ്റ് വിളിക്കണം, പാർലമെൻറ്റിൽ പ്രേമചന്ദ്രൻ പ്രസംഗിക്കാൻ മുട്ടുന്ന ഈ പ്രസംഗം ഒരു പ്രശ്നക്കാരനാണ് കേട്ടോ. നമ്മൾ ദിവസവും 3 തവണ പ്രസംഗിക്കുന്നവരാണെന്ന് വെച്ചോ. ഒരു ദിവസം നമ്മളെ ആരും വിളിച്ചില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത തോന്നും. പ്രസംഗത്തിൻ്റെ ഒരു കെടുതി, ഈ അവനവൻ്റെ സംസാരം മൈക്കിലൂടെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന അവസ്ഥയുണ്ട്. അവനവൻ്റെ ശബ്ദം അവനവൻ ആസ്വദിക്കുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ പ്രസംഗം നിർത്തണം. നിർത്തിയില്ലെങ്കിൽ അവർക്ക് ഒരുപാട് മാനസിക പ്രയാസമുണ്ടാകും.
വായ്ക്ക് രുചിയില്ലാതെ രാവിലെ പ്രസംഗിക്കാനൊന്നും പോയില്ല, അതുകൊണ്ട് വായ്ക്ക് രുചിയില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള അവസ്ഥ വരും. ഇതാണ് പ്രസംഗത്തിൻ്റെ കുഴപ്പം. അതുകൊണ്ട് ഇവർക്കിപ്പോൾ പാർലമെൻറ്റ് കൂടിയിട്ട് ഉടനെ പ്രസംഗിക്കണം. ശരി, ഈ വക സില്ലി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് സില്ലി ആയിട്ടുള്ള ഒരു കോൺഗ്രസ്സിലെ തർക്കം അത് തീർക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. ഞാൻ ഒരു പോഡ്കാസ്റ്റ്, ഒരു പത്രപ്രവർത്തകർ തമ്മിലുള്ള പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കുകയായിരുന്നു. അതിലൊരു പത്രപ്രവർത്തകൻ ബംഗാളിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് എങ്ങനെ എന്ന് വിവരിക്കുന്നുണ്ടായിരുന്നു. 208 MLA-മാരുടെ ലെജിസ്ലേച്ചർ പാർട്ടി വിളിച്ചു കൂട്ടുന്നു. അതിൽ കേന്ദ്ര നിരീക്ഷകനായിട്ട് പങ്കെടുക്കുന്നത് അമിത്ഷായാണ്. എല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞു. സ്വാഗത പ്രസംഗം അത്യാവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞു, അതേ, കേന്ദ്ര BJPക്ക് ഡൽഹിയിൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നൊരു പേര് സുവേന്ദു അധികാരിയുടെയാണ്. പക്ഷേ ഈ തീരുമാനം 208 MLA-മാരാണ് എടുക്കേണ്ടത്. ഇവിടെ ധാരാളം നേതാക്കളുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും നേതാവിൻ്റെ പേര് പറയാനുണ്ടെങ്കിൽ, 2 or 3 പേരുണ്ടെങ്കിൽ സുവേന്ദു അധികാരി അടക്കം ഉള്ളവർ നമുക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ ജയിക്കും. അതാണല്ലോ അതിൻ്റെ ചട്ടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേര് പറഞ്ഞോളൂ. ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അമിത്ഷാ പറഞ്ഞു, ഞാനിരിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ പറയാത്തത്? ഞാൻ വേണമെങ്കിൽ ഇറങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്താ ഈ പുതിയ പേരുകളുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എല്ലാവർക്കും സുവേന്ദു അധികാരിയെ മതി. അങ്ങനെ സുവേന്ദു അധികാരി ഐകകണ്ഠ്യേന തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെയാണ് ബംഗാളിലെ മുഖ്യമന്ത്രിയെ അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത വേറൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു, ഈ സുവേന്ദു അധികാരിയുടെ പേര് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിര് പറയാൻ ധൈര്യമുള്ളവനാരാ? അതുകൊണ്ടല്ലേ അവർ മിണ്ടാതിരുന്നത് എന്ന്. ഞാൻ ആലോചിച്ചു, ശരിയാണ്, അതും ശരിയായിരിക്കാം. അമിത്ഷായെ ഭയന്നിട്ട് മിണ്ടാതിരുന്നതാവാം. തമിഴിൽ പറയുമല്ലോ, അന്ധഭയം ഇറുക്കട്ടും എന്ന്. ജനാധിപത്യത്തിൽ എല്ലാം ഇങ്ങനെ വോട്ടിട്ടല്ല തീരുമാനിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, നമ്മളുടെ TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന കാലം. TN ശേഷൻ ഭയങ്കര പോപ്പുലറായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ അന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളേ ഉള്ളൂ, 3 പേരൊന്നുമില്ല. TN ശേഷനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് 3 പേരുടെ സമിതി വേണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് തീരുമാനമുണ്ടായത്. അതുവരെ ഒരാളേ ഉള്ളൂ. ഇപ്പോൾ TN ശേഷൻ ഇങ്ങനെ ടോപ്പിലടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്ത് TN ശേഷൻ ഒരു ഉത്തരവിട്ടു, എല്ലാ രജിസ്ട്രേഡ് പാർട്ടികളും അവരുടെ ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം. അത് ജനാധിപത്യപരമാണോ എന്ന് പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷൻ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കും. ആ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. എല്ലാവരും പേടിച്ചിട്ട് വേഗം കൊണ്ടുപോയി പാർട്ടി ഭരണഘടന TN ശേഷന് സമർപ്പിച്ചു. സമർപ്പിക്കാത്ത ഒരു പാർട്ടി ശിവസേനയായിരുന്നു. അന്ന് ബാൽ താക്കറെയാണ് ശിവസേനയുടെ നേതാവ്. ബാൽ താക്കറെ പറഞ്ഞു, ഞാൻ എൻ്റെ ഭരണഘടന ശേഷൻ്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ചോദിക്കാനുള്ള അധികാരം ശേഷനില്ല. പിന്നെ ശേഷൻ്റെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമില്ല, ശേഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഇതായിരുന്നു ബാൽ താക്കറെയുടെ പറഞ്ഞു. ബാൽ താക്കറെ പറഞ്ഞു, എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമില്ലാത്തത് കൊണ്ടാണ് പുറത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. ശിവസേനയ്ക്കുള്ളിൽ കംപ്ലീറ്റ് നോമിനേഷനാണ്. മണ്ഡലതലം മുതൽ മുകളിലേക്ക് സംസ്ഥാന തലം വരെ ബാൽ താക്കറെ നോമിനേറ്റ് ചെയ്യുകയാണ് നേതാക്കളെ. പ്രസിഡൻറ്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, അത് ഇത് മൊത്തം എല്ലാവരെയും ബാൽ താക്കറെ ഓരോരുത്തരെയായിട്ട് അറിയും. അവരെ അറിയാവുന്നവരെ നോക്കി കണ്ട്
ഓരോ തെരഞ്ഞെടുപ്പിലും പുള്ളി നോമിനേറ്റ് ചെയ്യും. എവറിത്തിങ് ഈസ് നോമിനേഷൻ. ഡു വാട്ട് യു വാണ്ട്. ഇതാണ് ബാൽ താക്കറെ ഈ ടി എൻ ശേഷനോട് പറഞ്ഞത്. ടി എൻ ശേഷൻ അതിന് മറുപടി ഉണ്ടായില്ല. കാരണം ഒന്ന്, നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനയൊന്നും വാങ്ങിച്ച് നോക്കാനുള്ള പവറില്ല. അതുപോട്ടെ, പവർ ഇല്ലെങ്കിൽ പോലും ബാൽ താക്കറെ പറയുന്ന ഈ പ്രിൻസിപ്പിൾ തെറ്റാണ് എന്ന് ടി എൻ ശേഷനോ മറ്റാർക്കെങ്കിലുമോ പറയാൻ പറ്റിയില്ല. ഒരു പാർട്ടിക്കുള്ളിൽ ഒരച്ചടക്കം വേണം. അച്ചടക്കം അടിമത്തമല്ല, എതിരഭിപ്രായം പാടില്ല എന്നൊന്നുമല്ല. എതിരഭിപ്രായത്തിനും വേണം ഒരു ലിമിറ്റൊക്കെ. എതിരഭിപ്രായം തീർച്ചയായിട്ടും എതിരായിട്ടോ അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എവിടെയെങ്കിലും അതിനൊരു അറുതി വേണം, ഒരു ബോർഡർ ലൈൻ വേണം. ആ ബോർഡർ ലൈൻ വരയ്ക്കാനുള്ള ഒരു അധികാരി ഉണ്ടാവണം. അവിടെ വെച്ച് ആ ഡിസ്പ്യൂട്ട് തീരണം. വേണ്ടേ? ഇങ്ങനെ പാർട്ടികൾ ശക്തമായിട്ടിരുന്നാൽ മാത്രമേ പാർട്ടികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലും മറ്റും ജനാധിപത്യം അച്ചടക്കത്തോടെ നടക്കുകയുള്ളൂ. അപ്പോൾ അച്ചടക്കം വളരെ പ്രധാനമാണ് ജനാധിപത്യത്തിൽ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നെല്ലിക്കാക്കൊട്ട അഴിച്ചു വിട്ട പോലെ, നെല്ലിക്ക ചാക്ക് പൊട്ടിപ്പോയ പോലത്തെ ഒരവസ്ഥയല്ല എന്ന് സാരം. ഇത് മനസ്സിലാക്കി കൊടുത്തവനാണ് ബാൽ താക്കറെ. അപ്പോൾ BJP ബംഗാളിൽ സുവേന്ദു അധികാരിയെ നിയമിച്ചപ്പോൾ അമിത്ഷാ ചെയ്തത് അച്ചടക്കമാണോ കാണിച്ചത്? അച്ചടക്കമാണോ ഏകാധിപത്യമാണോ? അച്ചടക്കമാണ് എന്ന് ഞാൻ കരുതുന്നു. അനാവശ്യമായിട്ട് വേറൊരു പേര് വലിച്ചിഴച്ച് അവിടെ തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല. സുവേന്ദു അധികാരി കഴിവുള്ളവനാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. മറ്റുള്ളവർക്കും കഴിവുണ്ട് എന്നൊരു പോയിൻ്റല്ലേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം സുവേന്ദു അധികാരി മതി. പിന്നെ നമുക്ക് എന്തെങ്കിലും സുവേന്ദു അധികാരി വലിയ കുഴപ്പം കാണിക്കുകയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ മാറ്റാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവർ സുവേന്ദു അധികാരിയെ തീരുമാനിച്ചു, സത്യപ്രതിജ്ഞ ചെയ്തു, ഭരണവും തുടങ്ങി. കേരളത്തിലോ ഇതേ അവസ്ഥ. അമിത്ഷായ്ക്ക് BJPക്കുള്ളിലുള്ള അതേ ഗ്രിപ്പ് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ്സിലുണ്ടല്ലോ. രാഹുൽ ഗാന്ധി പറയുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. എതിരഭിപ്രായമുള്ളവർ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ അമിത്ഷായ്ക്കുണ്ടായ അതേ അനുഭവം കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും. രാഹുൽ ഗാന്ധി പറഞ്ഞ പേര് മതി എന്നെല്ലാവരും സമ്മതിക്കും. അതോടെ ഈ ഡിസ്പ്യൂട്ട് തീരും. ഇതൊരു മൈനർ ഡിസ്പ്യൂട്ടാണ്. പാർട്ടിക്കുള്ളിലെ ഒരു മൈനർ ഡിസ്പ്യൂട്ട് തീർക്കാൻ കഴിവില്ലാത്ത മനുഷ്യൻ അന്താരാഷ്ട്ര ഡിസ്പ്യൂട്ട് തീർക്കാത്തതിന് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന നയനാനന്ദകരമായ കാഴ്ചയാണ് നാം കാണുന്നത്. വാസ്തവത്തിൽ ഇതൊരു പ്രശ്നമേ അല്ല. രാഹുൽ ഗാന്ധി അജയ്യനാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, അതിലാർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞ് ഈ പരിപാടി അവസാനിപ്പിക്കാൻ അങ്ങേര് വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ അങ്ങേരത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? രാഹുൽ ഗാന്ധിക്കും പേടിയുണ്ടോ കൂട്ടത്തിലുള്ളവരെ? അവർ വേറൊരു പേര് പറയുമെന്നും തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടുമെന്നും അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ആൾ തിരഞ്ഞെടുക്കപ്പെടുകയില്ലെന്നും ഒക്കെ രാഹുൽ ഗാന്ധി ഭയപ്പെടുന്നുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭയം തുടങ്ങിയത് AICCയിൽ നമ്മളുടെ ശശി തരൂർ മത്സരിച്ചതോടെയാണ്. മല്ലികാർജുൻ ഖർഗെയ്ക്കെതിരായിട്ട് ശശി തരൂർ ബോൾഡായിട്ട് മത്സരിച്ചു. എന്തു ചെയ്യും? കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് ഒരാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ അത് പരിശോധിച്ച് അംഗീകരിച്ച് വോട്ടിനിടണം. അങ്ങനെ വോട്ടിനിട്ടു. ഖർഗെയ്ക്ക് കിട്ടിയതിൻ്റെ 8-1 വോട്ടോ മറ്റോ ഇങ്ങർക്ക് കിട്ടിയുള്ളൂ. 8-1 എൻ്റെ ഓർമ്മ ശശി തരൂരിന്. പക്ഷേ 8-1 കിട്ടി. അപ്പോൾ AICCക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ മനസ്സിലായി ഈ വോട്ടിടാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അട്ടിമറി സംഭവിച്ചു എന്ന് വരും. എന്നാൽ പോലും പൊതുജനങ്ങൾക്ക് ഉറപ്പായിരുന്നു രാഹുൽ ഗാന്ധി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, അതെല്ലാവരും അനുസരിക്കും. ഇവിടെയും അത് കേരളത്തിൽ അത് ചെയ്താൽ മതിയായിരുന്നു. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, ഇത് നീട്ടിക്കൊണ്ടു പോയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല, കുറച്ച് ആശ്വാസമേ ഉള്ളൂ. ഈ പറഞ്ഞ
മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ നിയമസഭയോ ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ജീവിതം ഭംഗിയായിട്ട് നടക്കും. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. ആ എക്സ്പീരിയൻസും കേരളത്തിനുണ്ട്. പഴയ എക്സ്പീരിയൻസ് ഗവർണർ ഭരണത്തിൽ കിടന്നതാണ്. ഇപ്പോൾ ഈ 23-ാം തീയതി ഈ നിയമസഭയുടെ തന്നെ കാലാവധി തീരും. പിന്നെ ഗവർണർക്ക് ഇത് പിരിച്ചും പിന്നെ കാവൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുള്ള ഏർപ്പാട് പോലും പറ്റില്ല. ഗവർണർ ഭരണത്തിന് കീഴിലാവും. ആവുന്ന കൊണ്ട് തെറ്റൊന്നുമില്ല, ഗവർണർ ഭരണം നടക്കട്ടെ എന്ന്. സെക്രട്ടറിമാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ജില്ലാ കളക്ടർമാരും ഒക്കെ ആയിട്ട് സംസ്ഥാനം സാമാന്യം ഭംഗിയായിട്ട് തന്നെ നടക്കും. പോളിസി ഡിസിഷൻസ് ഗവർണർ എടുക്കും, വേണ്ട നിയമനിർമ്മാണം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാർ മെല്ലെ ആലോചിച്ച് പിടിച്ച് തർക്കമൊക്കെ തീർത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ അവരുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വരട്ടെ. അതുവരെ ജനങ്ങളെ സ്വൈരം കെടുത്തരുത്. ഇത് തന്നെ കാണിച്ച് എനിക്ക് ടി വി ചാനലുകാരോടും പറയാനുള്ളത്, മറ്റ് വാർത്തകളുടെ കൂട്ടത്തിൽ ഒരു വാർത്തയായിട്ട് നിങ്ങൾ കാണിക്കുക. അല്ലാതെ ഈ ക്യാമറയും പിടിച്ച് അവിടെ ഡൽഹിയിൽ ഈ വെയിലത്ത് പോയിട്ട് 24 മണിക്കൂറും AICC ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ വാതിക്കൽ ഖാർഗെയുടെ വീട്ടിൽ പോകുന്നു, രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് ഓടുന്നു, കുറേ പേര് പ്രിയങ്ക ഗാന്ധിയുടെ പിന്നാലെ പോകുന്നു, ഇനി സോണിയാഗാന്ധി കൂടെ ചേർന്ന് വേണം ആലോചിക്കാനെന്ന്. ഇതെന്ത് പണ്ടാരം? പഴയ KPCC പ്രസിഡൻറ്റുമാരെ മുഴുവൻ വിളിച്ചു വരുത്തുന്നു. എണീക്കാൻ മേലാത്തവരൊക്കെ വടിയും കുത്തിയിട്ട് ഡൽഹിക്ക് പോകുന്നു. മരിച്ചു പോയവർക്ക് വരെ ക്ഷണക്കത്ത് കിട്ടുന്നു. തെന്നല ബാലകൃഷ്ണനുള്ള CV പത്മരാജൻ തുടങ്ങിയ KPCC പ്രസിഡൻറ്റുമാരും മരിച്ചുപോയി. പക്ഷേ AICC ഹെഡ്ക്വാർട്ടേഴ്സിലെ കമ്പ്യൂട്ടറിൽ നിന്ന് അവരുടെ പേര് പോയിട്ടില്ല. മുൻ പ്രസിഡൻറ്റുമാരുടെ പേരുകൾ ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാവർക്കും ഇമെയിൽ പോയി. കൂടെ തെന്നലേക്കും പോയി, പത്മരാജനും പോയി. അവരുടെ മറുപടി വരുന്നില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരൊക്കെ പണ്ട് ചത്തുപോയി ചേട്ടാ. ഓ അങ്ങനെയാണ്, എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ ചേട്ടൻ അറിയണ്ട, ചേട്ടൻ കോൺഗ്രസ്സിൽ വരുന്നതിന് മുമ്പേ മരിച്ചുപോയ ആൾക്കാരാണ് അവർ എന്നൊക്കെ പറഞ്ഞുള്ള തമാശകളും AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്നു. വിധി വൈപരീത്യം എന്നല്ലാതെ എന്ത് പറയാനാണ്? ഞാൻ നിങ്ങളോടിത് പറയാൻ കാര്യം, ഈ ഒരു ചെറിയ കാര്യം സോൾവ് ചെയ്യാൻ കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി ഈ ഇൻ്റർനാഷണൽ കാര്യങ്ങൾക്ക് മോദിയെ കുറ്റപ്പെടുത്തുന്നത് മഹാകഷ്ടമാണ്. പിന്നെ ആൾ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് എന്തും ചെയ്യും എന്നല്ലാതെ എന്ത് പറയാൻ? താങ്ക് യു.